മണവാളൻ ഫേക്ക് ആണ്, അവന്റെ ഫൈറ്റും ഫേക്ക് ആണ്. ഇന്ന് ഞാൻ മണവാളിനെ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാണ്. മണവാളൻ ഇന്ന് റിംഗിൽ അടിച്ചിട്ടാണെങ്കിൽ 1 ലക്ഷം രൂപ അവന് സ്പോട്ടിൽ ആ റിംഗിൽ വെച്ച് ഞാൻ കൊടുക്കും. ഇത് വേറെ വ്യക്തിപരമായിട്ടോ ഒരു ക്ലബിനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽസിനോ ഒരു ടീമിനോ അല്ല പറയുന്നത്. നമ്മളെ ഇടയിൽ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്ത രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളാണ് ഒരു കോമാളിത്തരം കാണിച്ചിട്ട് ഒരാൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഇടയിൽ ജീവിതം വരെ മാർഷൽ ആർട്സിന് മാറ്റി വെച്ച ഒരുപാട് നല്ല നല്ല കോച്ചസ് ഉണ്ട്. അവരുടെ ലൈഫേ മാർഷൽ ആർട്സ് ആണ്. അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് മണവാളിന്റെ ഓരോ മൂവ്മെന്റ് ആ റിംഗിൽ കണ്ടത്. നിങ്ങൾ എല്ലാവരും വീഡിയോസ് കണ്ടതാണ്. എന്താണ് അതിൽ പ്രോപ്പറായിട്ട് ഒരു പഞ്ചോ കിക്കോ ഒരു ടേക്ക് ഡൗണോ ഒരു ലോക്കിംഗ് എന്താണ് അതിൽ പ്രോപ്പറായിട്ട് ഒറ്റ ഒരു കാര്യം അയാൾ പ്രോപ്പറായിട്ട് ചെയ്തു? എങ്ങനെയാണ് അയാൾ ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആവുന്നത്? മണവാളൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസ് ഫൈറ്റ് എക്സ്പെൻസ് ഒക്കെ എടുക്കും? അല്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. മണവാളം പറയുന്ന സമയം, പറയുന്ന ഡേറ്റ്, പറയുന്ന സ്ഥലം, അവിടെ വന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും. അതിന്റെ എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ എടുത്തോളൂ. 1 ലക്ഷം രൂപ നിങ്ങളെ തോൽപ്പിക്കാൻ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഞാൻ ആ റിംഗിൽ വീണ് കഴിഞ്ഞാൽ മണവാളിന് 1 ലക്ഷം രൂപ സ്പോട്ടിൽ ഞാൻ കൊടുക്കും. ഇത് ഞാൻ എനിക്ക് പേഴ്സണലി വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല. ഒരുപാട് നല്ല നല്ല ഫൈറ്റേഴ്സ്, ഒരുപാട് നല്ല നല്ല കോച്ചസ്, ഒരുപാട് കാലങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് അടി വാങ്ങുന്ന പരിപാടിയാണ്, വേറെ ഒരു സ്പോർട്ട് പോലെയല്ല. ആ സ്പോർട്ടിനെ ഒന്നുമല്ലാത്ത രീതിയിലാണ് അയാൾ എന്ത് ചെയ്തത്. ഒരു കോമാളിത്തരാണ് ഈ ഒരു കേജിനെ ഞാൻ കണ്ടത്. അപ്പൊ അത് എനിക്ക് പ്രതികരിക്കണം തോന്നി, ഞാൻ പ്രതികരിച്ചു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അശ്വിൻ എന്നാണ്. ഞാനിവിടെ കാലിക്കറ്റാണ്. എന്റെ ക്ലബ്ബ്. ഓക്കെ നമുക്ക് റിംഗ് കാണാം, മണവാളിലെ റിംഗിൽ തന്നെ കാണാം. ഓക്കെ.